സോ ഇപ്രാവശ്യത്തെ നോർത്ത് നയന് ഒരു ചെറിയ പ്രത്യേകത കൂടെ ഉണ്ട് അല്ലെ. ഒരുപാട് സ്റ്റുഡൻസ് ചോദിച്ചിരുന്നു, സാർ ഒരു സ്റ്റഡി പ്ലാൻ പറയാവോ, ഞങ്ങൾക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം എന്നറിയില്ല, ആകെ സ്റ്റക്കാണ്, വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവണം. ആ സ്റ്റഡി പ്ലാനിൽ നിങ്ങൾ സിലബസ് അനുസരിച്ച് നിങ്ങൾ ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം, കൂടാതെ അത് പല പ്രാവശ്യം റിവൈസ് ചെയ്തിരിക്കണം. 16-ാം തീയതി മുതൽ 24-ാം തീയതി വരെ നമ്മുടെ ഈ മെയിൻസ് എക്സാം സ്ട്രാറ്റജി അല്ലെ, മെയിൻസ് എക്സാമിനെ ഫോക്കസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ആണ് നമ്മൾ 16 മുതൽ 24 വരെ നമ്മൾ നടത്തുക. ഹൈ ഓൾ, വെൽക്കം ടു എച്ച്യൂസ് അക്കാഡമി. അപ്പൊ നമ്മുടെ നോർസെറ്റ് 9ന്റെ നോട്ടിഫിക്കേഷൻ വന്നു അല്ലെ, എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. നമുക്ക് ഇപ്പം അതിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷന്റെ പോർട്ടൽ ഓപ്പൺ ആണ്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, ലോഗിൻ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു അല്ലെ. സോ ഇപ്രാവശ്യത്തെ നോർസെറ്റ് 9 ഒരു ചെറിയ പ്രത്യേകത കൂടെ ഉണ്ട് അല്ലെ. അതായത് സാധാരണ നോർസെറ്റ് 9 നടത്തുക എയിംസിലേക്കുള്ള റിക്രൂട്ട്മെന്റിലാണ്, റിക്രൂട്ട്മെന്റിന് വേണ്ടിയാണ് നടത്തുക. പക്ഷെ ഇപ്രാവശ്യം എയിംസിനോടൊപ്പം തന്നെ ജിപ്മർ കൂടാതെ ESICയുടെ ഒക്കെ സെലക്ഷന് വേണ്ടി നോർസെറ്റ് വഴിയാണ് എക്സാം നടത്തുക, അല്ലെങ്കിൽ നോർസെറ്റ് വഴിയാണ് സെലക്ഷൻ നടത്തുക. അപ്പം അതിൽ ജിപ്മറിന്റെ കാര്യത്തിൽ മാത്രം ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്, അതും അറിഞ്ഞിട്ടുണ്ടാവില്ലേ. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു. ജിപ്മറിന്റെ ഏജ് വരുന്നത് ജനറൽ കാറ്റഗറിക്ക് 35 വയസ്സാണ്, കൂടാതെ OBCക്ക് 3 വർഷം റിലാക്സേഷൻ ഉണ്ട്, SC ST 5 വർഷം റിലാക്സേഷൻ ഉണ്ട്, അത് അറിയാമായിരിക്കും. സോ ജിപ്മറിന് മാത്രം 35 ഇയേഴ്സ് ആണ്. ബാക്കി എയിംസ് ESIC ഒക്കെ നമ്മുടെ ഇപ്പോഴത്തെ അറിവ് പ്രകാരം 30 ഇയേഴ്സ് ആണ് അതിന്റെ അപ്പർ ഏജ് ലിമിറ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പം ഒരുപാട് സ്റ്റുഡൻസ് ചോദിച്ചിട്ടുണ്ട്. എക്സാം വരുന്നത് സെപ്റ്റംബർ 14-ാം തീയതിയാണ് അല്ലേ. ഇനിയിപ്പോൾ അധികം ദിവസം ഇല്ല, ഏകദേശം 48 ദിവസമാണ് വരിക. ഒരുപാട് സ്റ്റുഡൻസ് ചോദിച്ചിരുന്നു, സാർ ഒരു സ്റ്റഡി പ്ലാൻ പറയാവോ, ഞങ്ങൾക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം എന്നറിയില്ല, ആകെ സ്റ്റക്കാണ്. ഞങ്ങൾ നമ്മുടെ കേരള PSCയുടെ DMA സ്റ്റാഫ് നഴ്സ് എക്സാം ഒക്കെ എഴുതിയിരുന്നു, പക്ഷേ ഇപ്പം നോർസെറ്റ് പെട്ടെന്ന് വന്നു. ഈ നോർസെറ്റ് സാധാരണ പെട്ടെന്ന് തന്നെയാണ് വരിക അല്ലേ. സോ അതിനെങ്ങനെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം എന്നറിയില്ല, ഒരു സ്റ്റഡി പ്ലാൻ ഒന്ന് പറഞ്ഞു തരാമെന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു. സോ അങ്ങനെയുള്ള ഒരു റിക്വസ്റ്റിന്റെ മറുപടി എന്ന നിലയിലാണ് നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. ഇത് കൂടാതെ തന്നെ നമ്മുടെ എച്ച്യൂസ് അക്കാഡമിയിലെ നോർസെറ്റ് 9 വേണ്ടിയുള്ള ക്രാഷ് ബാച്ച് അവൈലബിൾ ആണ്. നോർസെറ്റ് 9 കൂടാതെ നമ്മുടെ RRB SGPGക്ക് ഒക്കെ വേണ്ടിയുള്ള ക്രാഷ് ബാച്ച് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ സ്വന്തമായിട്ട് പഠിച്ചിട്ട് ശരിയാകുന്നില്ല, അല്ലെങ്കിൽ പോർഷൻസ് തീരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ജോയിൻ ചെയ്യാം. സോ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്ത് പ്രസന്റ് ചെയ്യുന്നത് നമ്മുടെ ഒരു സ്റ്റഡി പ്ലാൻ തന്നെയാണ്. അത് എല്ലാവർക്കും പെട്ടോട്ടെ എന്നുള്ള ഒരു ഐഡിയയിലാണ് നമ്മളിത് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് ഒരു പ്രിപ്പറേഷന് വേണ്ടിയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് എന്താണ്, ഹാർഡ് വർക്ക് ചെയ്യുക അല്ലേ. നമ്മൾ ഒരുപാട് സ്മാർട്ട് വർക്ക് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, എങ്കിലും സ്മാർട്ട് വർക്ക് മാത്രം പോരാ, സ്മാർട്ട് വർക്ക് വേണം, കൂടെ ഹാർഡ് വർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു എയിം ഉണ്ടാവണം, നമ്മൾ അതിനുവേണ്ടി വളരെ നമ്മുടെ കഴിവിന്റെ പരമാവധി പ്രയത്നിക്കുക അല്ലെ, വളരെ നന്നായിട്ട് പഠിക്കുക, അതിനുവേണ്ടി ട്രൈ ചെയ്യുക, പിന്നെ പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരിക്കുക. ഇതാണ് ഒരു സക്സസിന്റെ മന്ത്ര എന്ന് പറയുക അല്ലെ. അതായത് ദ പെയിൻ യു ഫീൽ ടുഡേ വിൽ ബി ദ സ്ട്രെങ്ത് യു ഫീൽ ടുമോറോ. അതായത് നിങ്ങൾ ഇന്ന് കഷ്ടപ്പെടുകയാണെങ്കിൽ, ഇന്ന് പെയിൻ അല്ലെങ്കിൽ ഇന്ന് വേദന അനുഭവിക്കുകയാണെങ്കിൽ, അത് നിങ്ങൾക്ക് നാളെ ഒരു ദിവസം അത് നിങ്ങളുടെ സ്ട്രെങ്ത്തിന് കാരണമാകുമെന്ന് ഓർക്കുക. അതുകൊണ്ട് ഇനിയുള്ള ദിവസം ഈ നോർസെറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു 48 ദിവസം അല്ലെ, 48 ദിവസമാണ് ഉള്ളത്. അത്രയും ദിവസം നിങ്ങൾ കഷ്ടപ്പെട്ട് തന്നെ പഠിക്കുക, അതിനുവേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും നമ്മുടെ എച്ച്യൂസ് അക്കാഡമി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ അത് നോക്കാം. നമ്മൾ ഇന്ന് പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു സ്റ്റഡി പ്ലാൻ തന്നെയാണ്. നിങ്ങൾക്ക് ഈ 48 ദിവസം കൊണ്ട് നമ്മുടെ എക്സാമിനെ കോൺഫിഡന്റ് ആയിട്ട് ഫേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ഇന്റൻസീവ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ വേണം. നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാം, അതല്ല ഇത് പോരാ. ചില ആൾക്കാരുണ്ട് കേട്ടോ, അവർക്ക് വേറെ പറഞ്ഞു തരുന്നതിനേക്കാളും സ്വന്തമായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെ പ്രിപ്പയർ ചെയ്ത് പഠിക്കുന്നത് തന്നെയായിരിക്കും താല്പര്യം. എനിക്കും അങ്ങനെ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. പക്ഷേ നമ്മുടെ ഒരുപാട് കുട്ടികളുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവണം. ആ സ്റ്റഡി പ്ലാനിൽ നിങ്ങൾ സിലബസ് അനുസരിച്ച് നിങ്ങൾ ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം, കൂടാതെ അത് പല പ്രാവശ്യം റിവൈസ് ചെയ്തിരിക്കണം, ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തിരിക്കണം കേട്ടോ. ഇത്രയും വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പം ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ആവശ്യമാണ്. നമ്മുടെ സ്റ്റഡി പ്ലാൻ നമ്മളിവിടെ പ്രസന്റ് ചെയ്ത് തരാം. നെക്സ്റ്റ്, പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കണം? 3 മണിക്കൂർ പഠിച്ചാൽ മതിയോ? 4 മണിക്കൂർ മതിയോ? പോരാ. നിങ്ങൾക്ക് എത്രത്തോളം സമയം പഠിക്കാൻ പറ്റുമോ, നിങ്ങൾക്ക് എത്രത്തോളം സമയം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ കഴിയുമോ, അത്രയും നിങ്ങൾ പഠിച്ചിരിക്കണം. അതായത് നമ്മൾ പറയുന്ന മിനിമം ടൈം എന്ന് പറയുന്നത് മിനിമം 5 മണിക്കൂറെങ്കിലും ഇനി പഠിച്ചിരിക്കണം. എനിക്കറിയാം നിങ്ങൾക്ക് ഒരേ സമയം പല റോളുള്ള വ്യക്തികളാണല്ലേ നമ്മൾ പലരും. നമുക്ക് ഒരുപാട് ജോലികളൊക്കെ ചെയ്തു തീർക്കാനുണ്ടാവും, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കാനുണ്ടാവും. പക്ഷെ അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. 48 ദിവസത്തേക്ക് നിങ്ങൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് പഠിക്കുക. മിനിമം ആണ് ഞാൻ പറയുന്നത് ഒരു 5 മണിക്കൂർ പഠിക്കുക. ഇത് കൂടാതെ നിങ്ങൾക്ക് എത്രത്തോളം ഒരു 8 മണിക്കൂർ
മണിക്കൂർ 10 മണിക്കൂറൊക്കെ പഠിക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് ബെസ്റ്റ്. മാക്സിമം കേട്ടോ, മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും ടൈം നിങ്ങൾ പഠിക്കുക. അതുകൂടാതെ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. 2 ദിവസം പഠിച്ചു, 3-ാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് ഇന്നൊരു മൂഡില്ല, ഇന്ന് ഫ്രണ്ട്സൊക്കെ സിനിമയ്ക്ക് വിളിച്ചു, ഒരു ഔട്ടിങ്ങിന് പോകാം, അങ്ങനെയൊന്നും ഓർത്തിരിക്കരുത്. കാരണം നമുക്ക് അധികം ദിവസമില്ല, 48 ദിവസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 48 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. അതുകൂടാതെ തന്നെ റിവിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് പഠിച്ച് തീർന്നിട്ട് ചെയ്യേണ്ട കാര്യമില്ല. പഠനത്തോടൊപ്പം നിങ്ങൾ നേരത്തെ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് അതിനുവേണ്ടി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ജസ്റ്റ് നിങ്ങൾ പഠിച്ച കാര്യം ജസ്റ്റ് ബുക്കൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ പേജസ് ഒക്കെ ഒന്ന് മറിച്ച് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് അത് ആൻസർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ പോയിന്റ്സ് ആണ് ഇമ്പോർട്ടന്റ് എന്നുള്ള ഒരു ഐഡിയ കിട്ടും. ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ടോപ്പിക്സ് ഒക്കെ റിവൈസ് ചെയ്യുക. പിന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ആപ്പിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. പ്രാക്ടീസ് നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടുമോ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. പ്രത്യേകിച്ച് നോർസെറ്റ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് കൂടെ വർക്ക്ഔട്ട് ചെയ്യുക കേട്ടോ. അതാകുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണ്, ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഇന്ന് ലൈവായിട്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ അതിലൊക്കെ നിങ്ങൾ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക, വളരെ നന്നായിട്ട് പഠിക്കുക കേട്ടോ. അത് തന്നെയാണ് നമ്മുടെ സക്സസിന്റെ മന്ത്രം എന്ന് പറയുന്നത്. സോ ഞാൻ പ്രസന്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു സ്റ്റഡി പ്ലാൻ ആണ്. നമ്മുടെ ക്രാഷ് ബാച്ച് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇത് നമ്മുടെ ഫാക്കൽറ്റി റിവിഷൻ എന്നുള്ള നിലയിലുള്ള ഒരു പ്ലാനാണ് നമ്മളിവിടെ പ്രസന്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ സ്റ്റുഡൻസ് ഇന്നു മുതൽ, നമ്മുടെ ക്രാഷ് ബാച്ചിലെ സ്റ്റുഡൻസ് ഇന്നു മുതൽ പഠിച്ചു തുടങ്ങുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ലൈവ് ആയിട്ടുള്ള റിവിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് മെയിൻലി ടോപ്പിക്സ് ഫോക്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കേട്ടോ. അതായത് നമ്മുടെ നോർസെറ്റ് എക്സാം പാറ്റേൺ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരള PSC നിന്ന് കുറച്ച് വിഭിന്നമായിട്ടുള്ള പാറ്റേൺ ആണ്. പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, പല ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. സോ അത് റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ സിലബസ് കവർ ചെയ്തിട്ട് നമ്മുടെ സ്റ്റുഡൻസിന് കൊടുക്കുന്ന ഒരു പ്ലാൻ ആണ് ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്യാനായിട്ട് പോകുന്നത്. നോക്കിക്കേ, ഇന്ന് നമ്മുടെ സ്റ്റുഡൻസിന് നമ്മൾ ഇന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ലൈവ് റിവിഷൻ പ്ലസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ബുധനാഴ്ചയാണ് കേട്ടോ. ബുധനാഴ്ച 30-ാം തീയതിയാണ് നമ്മൾ ആദ്യം കവർ ചെയ്യുക. മൈക്രോബയോളജി ആണ്. അതായത് ചെറിയ സബ്ജക്ട്സ് നമ്മൾ കവർ ചെയ്ത് പിന്നെ വലിയ സബ്ജക്ട്സിലേക്ക് പോവുകയാണ് ചെയ്യുക കേട്ടോ. ആ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഫോളോ ചെയ്യുക. 30-ാം തീയതി മൈക്രോബയോളജി, 31-ാം തീയതി നമ്മൾ കവർ ചെയ്യുന്നത് സൈക്കോളജി ആണ്. നെക്സ്റ്റ് 1-ാം തീയതിയിലേക്ക് വരുമ്പോഴത്തേക്ക് സോഷ്യോളജി. OBG സംബന്ധിച്ചിടത്തോളം നമ്മൾ 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മിനിമം ഒരു 2 to 3 hours ആണ് നമ്മുടെ ഈ ലൈവ് റിവിഷൻ വരുന്നത്. കൂടാതെ നമ്മുടെ ക്ലാസ്സുകളും വരുന്നുണ്ട്. അപ്പം OBG 4 days ആണ്. അതായത് ഓഗസ്റ്റ് മാസം 2-ാം തീയതി മുതൽ ഓഗസ്റ്റ് മാസം 5-ാം തീയതി വരെയാണ് OBG നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതിനുശേഷം OBG കഴിഞ്ഞ നേരെ പീഡിയാട്രിക്സിലേക്ക് കയറുന്നു. 4 ദിവസം 6, 7, 8, 9 ദിവസങ്ങളിൽ നമ്മൾ തീയതികളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പീഡിയാട്രിക്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് 10-ാം തീയതി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ കേട്ടോ. എഡ്യൂക്കേഷൻ, അതുകൂടാതെ GA എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ജനറൽ അവയർനെസ് കൂടെ വരുന്നുണ്ട് അല്ലേ. ഇവിടെ നമ്മുടെ നഴ്സിംഗ് മാത്രമല്ല, ജനറൽ അവയർനെസ് വരുന്നുണ്ട്, കൂടാതെ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡും വരുന്നുണ്ട്. സോ ഇതെല്ലാം കവർ ചെയ്ത് നമ്മുടെ സിലബസ് ഫുള്ളി കവർ ചെയ്തിട്ടുള്ള ഒരു റിവിഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എഡ്യൂക്കേഷൻ പ്ലസ് ജനറൽ അവയർനെസ്. പിന്നെ 11-ാം തീയതി മുതൽ 14-ാം തീയതി വരെ 11 മുതൽ 13 വരെ 3 ദിവസം നമ്മൾ ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ 14, 15 റിസർച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ 16, 17 തീയതികളിൽ നമ്മൾ CVS മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിൽ കാർഡിയോ വാസ്കുലർ സിസ്റ്റം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 17-ാം തീയതി CVSന്റെ കൂടെ തന്നെ നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 18-ാം തീയതി നമ്മൾ ന്യൂറോ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 19 റെസ്പിറേറ്ററി സിസ്റ്റം കൂടാതെ ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പഠനവും കൂടെ കൊണ്ടുപോകട്ടെ. ഞാൻ നമ്മുടെ റിവിഷൻ പ്ലാൻ ആണ് പറയുക. 20-ാം തീയതി റീനൽ, 21 എൻഡോ, 22 GIT, 23-ന് നമ്മുടെ സ്കിൻ അല്ലെങ്കിൽ ഡെർമറ്റോളജി, 24 നമ്മൾ ക്രിട്ടിക്കൽ കെയർ ആണ് ഡിസ്കസ് ചെയ്യുക. 25 ENT ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. 26 നമ്മൾ ഓങ്കോളജി ആണ്. 27, 28 നമ്മൾ അഡ്മിനിസ്ട്രേഷൻ ആണ്. കൂടാതെ 29 നമ്മുടെ സൈക്യാട്രി കേട്ടോ. സൈക്യാട്രി നമ്മൾ 29-ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അഗെയിൻ നമ്മൾ 30-ാം തീയതി അഡ്മിനിസ്ട്രേഷൻ 29, 30 നമ്മൾ സൈക്യാട്രി ആണ് ഡിസ്കസ് ചെയ്യുക. കൂടാതെ 1-ാം തീയതി വീണ്ടും സൈക്യാട്രി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സെപ്റ്റംബർ 14-ാം തീയതിയാണ് നമ്മുടെ എക്സാം വരിക. സെപ്റ്റംബർ മാസം നമ്മൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് 2-ാം തീയതി, 3-ാം തീയതി, 4-ാം തീയതി, 5-ാം തീയതി സെപ്റ്റംബർ ഈ 4 ദിവസങ്ങൾ നമ്മൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കൂടാതെ 6-ാം തീയതി ന്യൂട്രീഷൻ ആണ്. പിന്നെ വരുന്ന 6-ാം തീയതി കൊണ്ട് നമ്മുടെ സിലബസ് ഏകദേശം നമ്മൾ കവർ ചെയ്യും. അതിനുശേഷം നമ്മൾ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ആയിരിക്കും. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, പ്രോബബിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഈ 4 ദിവസങ്ങൾ, അതായത് സെപ്റ്റംബർ മാസം 7-ാം തീയതി മുതൽ 11-ാം തീയതി വരെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ഒരു 3 ദിവസം നിങ്ങളുടെ സെൽഫ് സ്റ്റഡി, സെൽഫ് റിവിഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതായത് സെപ്റ്റംബർ 11-ാം തീയതി മുതൽ 13-ാം തീയതി വരെ നമ്മുടെ സെൽഫ് റിവിഷൻ ആണ് ഉള്ള സമയമാണ്. 14-ാം തീയതി നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് പോയിട്ട് എന്ത് ചെയ്യുന്നു, നിങ്ങളെ പ്രിലിമിനറി എക്സാംസ് എഴുതുന്നു.
അതുകൊണ്ട് തീരുന്നില്ല അല്ലെ, അതുകൊണ്ട് തീരുന്നില്ല. നമുക്ക് റിസൾട്ട് പിന്നെയും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. സോ ആ റിസൾട്ട് വന്നതിന് ശേഷം നമ്മൾ മെയിനിന് വേണ്ടി പ്രിപ്പയർ ചെയ്താൽ പോരാ, അതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ പ്രിപ്പറേഷൻസ് കൊണ്ടുപോകണം. 15-ാം തീയതി ഒരു ദിവസം റെസ്റ്റ് ആണ് കേട്ടോ. ഒരു ദിവസം റെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് 16-ാം തീയതി മുതൽ 24-ാം തീയതി വരെ നമ്മുടെ ഈ മെയിൻസ് എക്സാം സ്ട്രാറ്റജി അല്ലെ, മെയിൻസ് എക്സാമിനെ ഫോക്കസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ആണ് നമ്മൾ 16 മുതൽ 24 വരെ നമ്മൾ നടത്തുക. സോ ഇതാണ് നമ്മുടെ ഒരു എക്സാം സ്ട്രാറ്റജി എന്ന് പറയുക. പിന്നെ 25-26 അഗൈൻ നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡിക്ക് വേണ്ടിയുള്ള സെൽഫ് പ്രിപ്പറേഷന് വേണ്ടിയുള്ള ദിവസങ്ങളാണ്. 27 നിങ്ങളുടെ മെയിൻ എക്സാം ആണ്. അപ്പം ഇതാണ് നമ്മുടെ ഒരു സ്റ്റഡി സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സോ നന്നായിട്ട് പഠിക്കുക, നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും ഞങ്ങൾ തരുന്നതായിരിക്കും. വളരെ കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾ പ്രിലിംസ് അതുകൂടാതെ മെയിൻസ് എക്സാം ഒക്കെ എഴുതുക. എത്രയും പെട്ടെന്ന് ഒരു ഈ നോർസെറ്റ് പോലുള്ള ഒരു എക്സാം ക്രാക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒരു സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്നായിട്ട് പഠിക്കുക, നിങ്ങൾക്കുള്ള എല്ലാ സപ്പോർട്ടും ഞങ്ങൾ തരുന്നുണ്ട്. കൂടാതെ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് നമ്മുടെ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പിക്കുക, നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.